ഹായ് ഗായ്സ്, കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മൾ പപ്സാണ് ആകാൻ പോകുന്നത്. പപ്സിന് ഏകദേശം ഇവിടെ ബാക്കി കാണാം, ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മ ഒരു ഹായ് പറ അമ്മ. ഇത് പിന്നെ ഇവിടെ ഫേവറേറ്റ് ആൾക്ക് ഞാൻ ഇത് കൈമാറുകയാണ്. ഇതാ പിടിച്ചോ. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ആള് കയറിയിട്ടുണ്ട് അടുക്കളയിൽ. ഇന്ന് ഞാൻ അവധിയാണ്, അതുകൊണ്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആ പുള്ളിക്കാരി രാവിലെ കയറി ഇതെന്താ വാഴയ്ക്കയും പയറും കൂടെ ഒരു കറി. വാഴയ്ക്ക വെട്ടിക്കേറിയത്. ഇതാണ് നമ്മളെ ഫേവറേറ്റ് മോര് കാച്ചിയത്, മോര് കുമ്പളങ്ങ, പാവയ്ക്ക തോരൻ, വെണ്ടക്ക പൊട്ടിത്തെറിച്ചു. നമ്മളെ പഴയ വെണ്ടക്ക പൊട്ടിത്തെറിച്ചത്, വെണ്ടക്ക മെഴുക്കുവരട്ടിയാക്കിയത്. പിന്നെ ഇതാ പപ്സ് ഉണ്ടാക്കുന്നു. പപ്സ് ആക്കാൻ ഇത് മുട്ടയുടെ ഇതെല്ലാം തേച്ച് വെച്ചേക്കാണ്. ഇനി ഇത് മൈക്രോവേവിലേക്ക് വെക്കും. പിന്നെ ഇവിടെ ഇതാ അയില വറക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഉച്ചക്ക് ചോറും കറികളും. അടുത്ത് നമ്മള് ഈ പപ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മള് ബേക്കിങ് ആക്കണം, എന്നിട്ട് 350 പ്രീഹീറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം, 350 പ്രീഹീറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പ്രീഹീറ്റ് ആകുമ്പോൾ ഒരു നോയ്സ് കേൾക്കും. എന്നിട്ട് പിന്നെ വെച്ചാൽ മതി. പിന്നെ വെച്ചാൽ ടൈമർ ഒരു 30 മിനിറ്റ്സ്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കും. നമ്മുടെ നോമ്പുകാലം ആയതുകൊണ്ട് കോക്കനട്ട് വാട്ടറൊക്കെയാണ് കുടിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഇനി 25 ദിവസം കഴിഞ്ഞിട്ട് വേണം ഒന്ന് പൊട്ടിക്കാൻ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഓവൻ 350 ആയിട്ടുണ്ട്, ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെക്കുകയാണ്. കൈ നോക്കണേ, ഗ്ലൗസ് ഇട്ട് നോക്കമ്മ. ഓക്കെ, ഗ്ലൗസിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമ്മളൊരു 25 മിനിറ്റ് വെക്കാണ്. സ്റ്റാർട്ട് ചെയ്യാം. തണുപ്പായതുകൊണ്ട് നമ്മൾ ചെടികളെല്ലാം എടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ്. ചെടി എന്ന് പറഞ്ഞാൽ കറിവേപ്പ്, ഇത് കട്ട് ചെയ്ത് വിട്ടതാണ്. നല്ലൊരു മരമാണ്. ഇതെന്താ? ഇത് മുരിങ്ങ, വലിയ മരമായിരുന്നു, അത് മുറിച്ചു വിട്ടു. ഇത് പനിക്കൂർക്ക, നമ്മളെ പനിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. ഞാൻ ഈ പച്ചക്കറി ഒന്നും കഴിക്കാറില്ല, സോറി. കറിവേപ്പ്, കപ്പളം ഉണ്ട്, 2 കുഞ്ഞി കപ്പളം ഉണ്ട്. അത് ബോൺസായി പോലെ ആയിപ്പോയി. നാരകം ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയായി കണ്ടില്ലേ? ചോറ് നല്ല സൂപ്പർ ചോറ്. ഞാൻ ആരെയും കഴിക്കാറില്ല. പക്ഷെ അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഉള്ളിന്ന് വറുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ പുറത്തുനിന്ന് വറുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാക്ക് യാർഡിലാണ് ഇതിൻ്റെ പരിപാടി. ഇപ്പോൾ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്ക് യാർഡെല്ലാം കരിഞ്ഞുണങ്ങിയുണ്ടോ? അങ്ങനെ നമ്മുടെ അയില ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 4 പേരുണ്ട്. 4 അയിലുണ്ട്, 3 പേരുണ്ട്. ഞാൻ അയിലൊന്നും കൂട്ടാറില്ല. എനിക്ക് അയില ഇഷ്ടമില്ല ഗൈസ്. എൻ്റെ അമ്മ അവിടെ കിടന്ന് പുകഞ്ഞ് തണുത്തൊരു പരുവാകുന്നു. ഇതിന്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. നമ്മുടെ പപ്സ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എൻ്റെ കാലാണ് കാണുന്നത്. ഓ, അവിടുത്തെ മീൻ എന്തായാവോ? ഇവിടെ താലികെട്ട്, അവിടെ പാല് കച്ച്, നിങ്ങളെ മാറ്റി മാറ്റി കാണിക്കണം. നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അതെന്റെ പ്ലേറ്റ് ആണ്, അതെന്റെ പ്ലേറ്റ് ആണ്. ഓ ശരി. അപ്പൊ നമ്മൾ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക തോരൻ, വെണ്ടക്ക മെഴുക്കുവരട്ടി, വെണ്ടക്ക പൊട്ടിത്തെറിച്ചത്, കായും പയറും കൂടെ ഉള്ള ഒരു കുഴ, ഓക്കെ, ചോറ്, ഓക്കെ, മോര് പുളിശ്ശേരി വെള്ളരിക്കല്ലിട്ട് കാച്ചിയത്. ഇതെന്താ? ഇതായില്ല. പിന്നെ അവസാനം പൊട്ടിത്തെറിക്കാൻ പപ്സ്. അപ്പൊ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്താ പറയാ, ഉച്ചയ്ക്ക് ഒരു ചെറിയ കുക്കിംഗ് പോലെ ചെയ്തതാണ്. ഇനി അടുത്തത് ഇനി ക്രിസ്മസിന് കുറച്ച് വീഡിയോസ് എല്ലാം ഇറക്കും. ബാബാ കാര്യങ്ങൾ പറ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, മല്ലൂസ് ഇൻ ടെക്സാസിലെ നമ്മളൊരു പുതിയ ചാനലാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സഹകരിക്കുക, വിജയിപ്പിക്കുക.